ഹലോ ഗൈസ്, നമ്മളിന്ന് പുറത്ത് പോകാൻ വേണ്ടി പോവാണ്. ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. സോ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് റിംസ് കിച്ചണിലേക്കാണ്. നമ്മുടെ കേരള ഫുഡൊക്കെ കിട്ടുന്ന ഇവിടെയാണ്. നല്ല അടിപൊളി ബിരിയാണി ആയിട്ടാണ്. നമ്മുടെ കോളേജിലെ മലയാളീസ് എല്ലാവരും ഇവിടുന്നാണ് ഫുഡ് വാങ്ങിക്കാറുള്ളത്. ബിക്കോസ് നമുക്ക് പൊതിച്ചോറ് ഉൾപ്പെടെ ഇവിടുന്ന് കിട്ടാറുണ്ട്. അത് നല്ല ടേസ്റ്റി ഫുഡാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ ഇപ്പോൾ റിയലായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ റിംസ് കിച്ചണാണ് ഏക ആശ്രയം. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളമാണോ ഇവിടെയാണോ നല്ലതെന്നാണ്. പക്ഷെ നമുക്കിഷ്ടം നമ്മുടെ നാടാണല്ലോ. സോ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതെത്തിയത് ട്രെൻഡ്സിലാണ്. ഡ്രസ്സ് എടുക്കാനൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചുമ്മാ എ സിയുടെ കാറ്റ് കൊള്ളാൻ വേണ്ടി കയറിയതാണ്. പുറത്ത് ഭയങ്കര ചൂടാണല്ലോ. അങ്ങനെ ചൂടൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഇറങ്ങി ഹാപ്പി ബേക്കറി പോയി. അത് നമ്മുടെ മലയാളീസിൻ്റെ ഒരു കേരള ബേക്കറിയാണ് ഗൈസ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. കാരണം നമ്മളവിടെ കുറേ നേരം ഇരുന്നപ്പോൾ അവിടുത്തെ വെയിറ്റർ വന്ന് നമ്മുടെ ഗ്ലാസ് എടുത്തുകൊണ്ട് ഞങ്ങൾ എണീറ്റ് പോകുന്നില്ലേ എന്ന് ചോദിക്കാൻ. അങ്ങനെ നമ്മൾ അവരോട് പ്രതിഷേധിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങിയത് നമുക്ക് ഓട്ടോ കിട്ടി. നമ്മൾ നേരെ കോളേജിൽ വന്നു. ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി അപ്പുറത്തെ വഴി കൂടെയാണ് പോകുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ പഴയ ഹോസ്റ്റൽ. അതായത് ഞങ്ങൾ പുതിയ ഹോസ്റ്റൽ പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത്. അടുത്ത് പറയുന്ന കോളേജിലിപ്പോൾ വെറുതെ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു പാർക്കായി കൂടെ അതൊന്നും ചെയ്യില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അതും കുറ്റം പറഞ്ഞിട്ട് നേരെ കോംപ്ലക്സിലേക്ക് പോയി ചായ കുടിച്ചത്. പിന്നെ ഇവർ പിന്നെയും ഇവിടെ വന്നു. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോൾ മെസ്സിൽ പോയി ഐസ്ക്രീം കഴിച്ചിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ശരി, എന്നാൽ ബൈ.